ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള മട്ടൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം അല്ലേ. 1/2 കിലോ മട്ടൻ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായി വന്നാൽ 2-3 ഏലക്കായ്, പട്ട, ഗ്രാമ്പൊക്കെ ചേർത്ത് കൊടുക്കണേ. അത് മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ട് എടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമുള്ള തക്കാളി, 2-3 പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് വെന്ത് ഉടയേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മട്ടൻ ചേർത്ത് കൊടുത്താൽ ബാക്കി അതിൻ്റെ ഒരുമിച്ചിട്ട് വേവും. അതുകൊണ്ട് കുറച്ച് ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള മട്ടനും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പെപ്പർ പൗഡറും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അപ്പോൾ പൊടികളൊക്കെ ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഈ ഉപ്പും മുളകൊക്കെ നല്ലോണം നമ്മളെ മട്ടലിൽ നല്ലോണം പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നെങ്കിൽ ആ കഴിക്കുന്ന ടൈമിൽ ആ കഷ്ണത്തിനായ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതായത് നമ്മൾ ആ മട്ടലിൽ നന്നായി യോജിപ്പിച്ച് എടുക്കുക. അങ്ങനെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൻ്റെ മൂടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വേവുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അത് ഓരോരുത്തരെ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് ആയിരിക്കും. ഇത് വേവുന്ന ടൈം കൊണ്ട് ഇപ്പുറത്തുനിന്ന് തേങ്ങ വറുത്തെടുക്കണം. എണ്ണ ചൂടായാൽ 6-7 ചെറിയുള്ളിയും പിന്നെ കുരുമുളകും പിന്നെ പെരുംജീരകവും അതുപോലെ തന്നെ ചെറിയ ജീരകവും പിന്നെ നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണേ. അത് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണേ. പിന്നെ ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നമ്മൾ അരച്ചെടുക്കുന്ന ടൈമിൽ നല്ല ഈ ഒരു കറിക്ക് ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരുപാടങ്ങ് ഓവറാക്കണ്ട. ഏകദേശം പിന്നെ ഈ ഒരു ലെവലിലായാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അപ്പോൾ തേങ്ങ വറുത്തത് നന്നായിട്ട് തണിഞ്ഞ ശേഷം മാത്രം നമുക്ക് അത് അരച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതാ ഇപ്പുറത്തുനിന്ന് നമ്മളെ മട്ടനൊക്കെ ഏകദേശം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയ ശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അരച്ചെടുക്കാൻ പാകത്തിന് നമുക്ക് ഇതിലേക്ക് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ആ അരവ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ മട്ടനിലേക്ക് ചേർത്തിട്ട് പിന്നെ ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ അരവ് ഒഴിച്ചതല്ലേ, അതുകൊണ്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അത്ര വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു തവണ നിങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്ന് വെച്ചാൽ ചാനൽ നിർബന്ധമായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.